സൂപ്പർ പ്രൈം ചർച്ച തുടരുകയാണ്. അഡ്വക്കേറ്റ് MC ആഷി, സഞ്ജു പ്രസാദ് എന്നിവരും ഈ ചർച്ചയിൽ ഇപ്പോൾ പങ്കുചേരുകയാണ്. ശ്രീ സഞ്ജു പ്രസാദ്, താങ്കൾ ഈ നെഹ്റു കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്ത വ്യക്തിയാണല്ലോ. അവിടെ നിന്ന് രാജിവെച്ച് പോവുകയും ചെയ്തു. എന്തുകൊണ്ടാണ്? മാത്രമല്ല, ഈ വാണിയംകുളം മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് എന്താണ്? ഹലോ സഞ്ജു, പറഞ്ഞോളൂ. ഹലോ അതെ, തീർച്ചയായിട്ടും അവിടെ വാണിയംകുളം മെഡിക്കൽ കോളേജിൽ IMAയുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഇൻസ്പെക്ഷൻ വന്ന സമയത്ത് ഞാൻ അവിടെ വർക്ക് ചെയ്യുമായിരുന്നു. ഈ നെഹ്റു കോളേജിൻ്റെ കീഴിൽ തന്നെയുള്ള നെഹ്റു ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ജവഹർലാൽ എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഇൻസ്പെക്ഷൻ വന്ന സമയത്ത് ഞങ്ങൾ സ്റ്റാഫുകളെ, മീൻസ് ഫ്രീ അവർ ആയിട്ടിരിക്കുന്ന സ്റ്റാഫുകളെ അവിടെ AMൻ്റെ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജറുടെ നേതൃത്വത്തിൽ വന്ന് ആരൊക്കെയാണ് ഫ്രീ ആയിരിക്കുന്നതെന്ന് തിരക്കുകയും സപ്പോസ് അവർ ഉള്ളവരെയാണെങ്കിൽ ആ അവർ ബാക്കിയുള്ള സ്റ്റാഫുകളിലേക്ക് അറേഞ്ച് ചെയ്തിട്ട് അവിടെ രോഗികളായിട്ട്, മീൻസ് സ്വന്തം ഐഡൻറ്റിറ്റിയിലല്ല ഫേക്ക് ഐഡൻറ്റിറ്റിയിൽ വേറെ അഡ്രസ്സിൽ അവിടെ കൊണ്ട് ഞങ്ങളെ രോഗികളായിട്ട് ഇരുത്തിയതുള്ളൂ എന്നുള്ള വളരെ വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. സഞ്ജു, എന്തുകൊണ്ട് രാജിവെച്ചു അവിടെ നിന്ന്? അവിടെ രാജിവെച്ചതെന്ന് പറഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാരണം തന്നെ, നമ്മളെ ഒരു വ്യക്തിത്വത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് അന്ന് തന്നെ ഞാൻ അവരുമായിട്ട് അതിൻ്റെ പേരിൽ ചെറിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിനെ അതിൽ കൂടുതൽ അഫക്റ്റ് ചെയ്തൊരു കാര്യമാണ് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ നടന്ന സമയത്തുള്ളത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ് കാസ്റ്റിംഗ് എ വോട്ട് എന്ന് പറയുന്നത്. ആ സമയത്ത് ഇടുക്കിയിലും പാലക്കാടും ഒരേ സമയത്ത് ഇടുക്കിയിലും പാലക്കാടും രണ്ട് സമയത്ത് രണ്ട് ഘട്ടമായിട്ട് ഇലക്ഷൻ നടന്നപ്പോൾ ഇടുക്കിയിലുണ്ട് എൻ്റെ സുഹൃത്ത് വോട്ട് ചെയ്യാൻ പോകണം എന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ അവർ എന്ത് വന്നാലും നിങ്ങൾക്ക് ഞങ്ങൾ ലീവ് തരുന്നില്ല, വേണമെങ്കിൽ ലോസ് ഓഫ് പേയിൽ പോയിക്കോളൂ. ഒരു മോൾഡിങ് എ ട്രൂ സിറ്റിസൺ എന്നൊരു ക്യാപ്ഷൻ വെച്ചേക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇമാതിരി ഒരു പൗരൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് തന്നെ തൊടുക എന്ന് പറയുന്നത് എനിക്ക് തീരെ ഒട്ടും തന്നെ അതിനെ അക്സെപ്റ്റബിൾ ആയി തോന്നിയില്ല. സോ ഇങ്ങനെ കാരണങ്ങൾ നിരത്തുകയാണെങ്കിൽ ധാരാളം കാരണങ്ങൾ അവിടെ പറയാനുണ്ട്. പിന്നെ ഒരേ സമയം തന്നെ നമ്മൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്, അണ്ണാ യൂണിവേഴ്സിറ്റിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതായത് അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ ഇൻസ്പെക്ഷൻ വരുന്ന സമയങ്ങളിലേക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, അതായത് ഇപ്പോൾ കോയമ്പത്തൂരുള്ള നെഹ്റു കോളേജിലെ അവസ്ഥകളിലേക്ക്. അത് കഴിയുമ്പം ഇവിടുത്തെ ഇൻസ്പെക്ഷൻ വരുമ്പോഴത്തേക്ക് അതേപോലെ കോയമ്പത്തൂർ നെഹ്റുവിന് തിരിച്ച് സ്റ്റാഫുകൾ ഇവിടേക്കും വരും. അങ്ങനെ നിരത്തുകയാണെങ്കിൽ സ്റ്റാഫുകൾ നേരിടുന്ന ഇവർ കാണിക്കുന്ന ക്രമക്കേടിൽ ഒന്ന് മാത്രമേ ഇവിടെ വളരെ ചുരുക്കം സംഭവങ്ങൾ മാത്രമേ. ഈ കൃഷ്ണദാസ് എങ്ങനെയാണ് പെരുമാറ്റത്തിൽ? ഞാനിത് ചോദിക്കുന്നത്, ഇന്നും ഒരു വിദ്യാർത്ഥി പറഞ്ഞിരിക്കുകയാണ്, അവിടുത്തെ ഒരു വിദ്യാർത്ഥി പറഞ്ഞിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ മുറിയിൽ കൊണ്ടുപോയി ഇടി കൊടുത്തു എന്ന്, അദ്ദേഹത്തിൻ്റെ ആ വിദ്യാർത്ഥിയുടെ രക്ഷകർത്താക്കളെ ഭീഷണിപ്പെടുത്തിയെന്ന്. ഇങ്ങനൊരാളാണോ കൃഷ്ണദാസ്? എന്ന് വെച്ചാൽ എല്ലാവരെയും കായികമായി സ്വയം തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണോ അദ്ദേഹം? സ്റ്റാഫ് എന്ന നിലയിൽ ഞങ്ങളുടെ അടുത്ത് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള സാറ് പെരുമാറിയിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾ കുട്ടികളുടെ സൈഡിലേക്ക് പോകുമ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ധാരാളം കുട്ടികൾ, അതേ കൃഷ്ണദാസ് സാറിനെ പറ്റിയിട്ടല്ലായിരുന്നു മെയിനായിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുള്ളത്. ഈ PRO എന്ന് പറയുന്ന സഞ്ജിത് സാറിനെ പറ്റിയിട്ടായിരുന്നു മെയിനായിട്ട് കുട്ടികൾ ഉപദ്രവിക്കുന്നു എന്നുള്ള കംപ്ലയിൻറ്റുകൾ വന്നിട്ടുള്ളത്. ഇന്നൊരു വിദ്യാർത്ഥി പറയുകയാണ്, ആ വിദ്യാർത്ഥിയെ അദ്ദേഹത്തിന്റെ മുറിയിൽ കൊണ്ടുപോയിട്ട് ഇടിച്ചു. ഞാൻ നടക്കില്ല, പോസിബിലിറ്റി ഇല്ലെന്ന് പറയുന്നില്ല, സാധ്യതയുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ഞാനവിടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്കറിയാവുന്ന സംഭവങ്ങളാണ് പറഞ്ഞത്. ഞാനവിടെ ഉണ്ടായിരുന്നപ്പോൾ കൃഷ്ണദാസ് സാർ ഉപദ്രവിച്ചു അല്ലെങ്കിൽ മർദ്ദിച്ചു എന്നൊരു കംപ്ലയിൻറ്റ് ഞാൻ അവിടെ കേട്ടിട്ടില്ല. പക്ഷേ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നൊരു സ്റ്റുഡൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനവിടെ ഉണ്ടായിരുന്ന മെയിനായിട്ട് സംഭവിച്ചിട്ടുള്ളത്, മീൻസ് ഞാൻ പറഞ്ഞില്ല, നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല, കുട്ടികൾ വഴി എനിക്ക് അറിയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ PRO എന്ന് പറയുന്ന സഞ്ജിത് സാറായിരുന്നു അവിടെ കുട്ടികളെ കൂടുതലായിട്ടും ഉപദ്രവിച്ചിരുന്നത് എന്നാണ് ഞാൻ അറിയുന്നത്. പക്ഷേ കൃഷ്ണദാസ് സാറിൻ്റെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി ഞാൻ കേട്ടിട്ടുള്ളതാണ്, പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ശരി, ഡിസിപ്ലിനറി ഓഫീസർമാർ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ പണി എന്താണ് അവിടെ? അവിടെ ഡിസിപ്ലിനറി ഓഫീസർ എന്ന് പറഞ്ഞാൽ അവർ നിൽക്കുമ്പോൾ കുട്ടികളെല്ലാം ഈ ഫേസ്ബുക്കുകളിൽ ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ അത് 100% സത്യമായിട്ടുള്ളത് തന്നെയാണ്. ഈവൻ ഒരു ചെറിയ താടി എന്ന് നമുക്കതിനെ പറയാൻ പറ്റത്തില്ല, ചെറിയൊരു കുറ്റിരോമം വന്നാൽ പോലും അതിനെ പിടിക്കുക, മെയിനായിട്ട് എന്നിട്ട് അവർ വെൽ ഡ്രസ്ഡ് ആണോ നോക്കുക, എന്നിട്ട് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഇൻസ്പെക്ട് ചെയ്യുക. എന്തെങ്കിലും ഒരു ചെറിയ മൈനർ ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും തന്നെ അവർ ID കാർഡ് പിരിച്ചു വാങ്ങിക്കുകയും പിന്നെ അവരെ റിപ്പോർട്ട് ചെയ്യുന്നത് ഓഫീസിലായിരിക്കും. ഫൈൻ മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പിന്നെ അവർ ID കാർഡ്, പിന്നെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ID കാർഡ് ഇല്ലാതെ ഒരാളെയും ക്ലാസ്സിൽ കയറ്റരുതെന്ന്. സോ ഈ കുട്ടികൾ ID കാർഡ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് ക്ലാസ്സിൽ കയറ്റാൻ നിർവാഹമില്ല, അവരുടെ അറ്റൻഡൻസ് അവിടെ പോകും. ഈ അറ്റൻഡൻസ് ഷോർട്ടേജിന് പിന്നെ ഫൈൻ സെം തീരാറാകുമ്പോഴത്തേക്ക് അടുത്ത ഫൈൻ വേറെയുണ്ട്. സോ ഒരൊറ്റ കേസിൽ ആദ്യമേ പിടിച്ചു കഴിഞ്ഞാൽ
ഈ ID കാർഡ് കിട്ടുന്നതിനായിട്ട് ഒരു ഫൈൻ വരും. അത് കഴിഞ്ഞ് ലാസ്റ്റിൽ ഇതിന്റെ എല്ലാം 1 അവർ കട്ടായാൽ തന്നെ അവർ ഹാഫ് ഡേ ലീവാണ്. ശരി ശരി So, ശരി ID കാർഡ് കട്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ സ്വന്തം ജീവൻ ഇനി എന്ത് സംഭവിച്ചാലും ഇന്ന കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ കോളേജിൽ നിറങ്ങിയ പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം ആ ദിശയിലേക്ക് നീങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ വ്യക്തതയില്ല. സഞ്ജു, ഏതെങ്കിലും തരത്തിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മൊഴിയെടുക്കലോ ഉണ്ടായിട്ടുണ്ടോ സഞ്ജുവിൽ നിന്ന്? ഇല്ല, എന്നിൽ നിന്ന് ഇതുവരെ അങ്ങനത്തെ ഒരു മൊഴിയെടുക്കലോ. ശരി, അഡ്വക്കേറ്റ് MC ആഷി, പരാതിക്കാരില്ല എന്നത് ആ കോളേജിനകത്തെ പ്രതിഭാസമാണെങ്കിൽ പുറത്തുനിന്ന് പരാതി പറയുന്ന ആളുകളുടെ പരാതിയും എവിടെയും കേൾക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ ഒരു സെറ്റിൽമെന്റ് ഉണ്ടായിട്ടുണ്ട് ആഷി. പ്രതികൾ കോളേജിൽ കയറില്ല. എന്ത് സാഹചര്യ വ്യത്യാസം വരാനാണ്? പ്രതികാര നടപടി ഉണ്ടാകില്ല. ഇത് ഔദാര്യമാണോ? ഇത് ഫൈൻ സിസ്റ്റം ഉണ്ടാകില്ല. അങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ ആഷി? കാരണം ഇതേ കൃഷ്ണദാസാണ് കഴിഞ്ഞ ദിവസം ഒരു PTA ഉണ്ടാക്കിയത്. അവിടെയുള്ള രക്ഷാകർത്താക്കൾ ഇല്ലാത്തൊരു PTA ആ വിഷയം അറിഞ്ഞപ്പോൾ ബഹളം വെച്ച SFIക്കാരോട് പറഞ്ഞത് എനിക്ക് 10 മിനിറ്റ് മതി പോലീസിനെ കൊണ്ട് നിങ്ങളെയൊക്കെ നീക്കം ചെയ്യാൻ ഇവിടെയെന്ന്. ജിഷ്ണുവിനെ പറ്റിയുള്ള കാര്യം ചോദിച്ചപ്പോൾ ഈ കൃഷ്ണദാസ് പറഞ്ഞത് പോയത് പോയി എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് നിയമലംഘനങ്ങൾ തുടർച്ചയായി നടത്തുക, സ്വയം നിയമങ്ങൾ ഉണ്ടാക്കുക, സ്വയം വിധി പ്രഖ്യാപിക്കുക, സ്വയം മർദ്ദിക്കുക, ഇതെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് വ്യക്തമായിട്ടും നാം ഈ 8 വകുപ്പുകളിൽ മാത്രമായി കാര്യങ്ങൾ ചുരുക്കിയാൽ മതിയോ ആഷി? അല്ല, ഇത് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രതിഭാസമാണല്ലോ. ഇത് കുറേ കാലമായിട്ട് കേരളത്തിലെ വിവിധ സ്വാശ്രയ കോളേജുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം തരത്തിലുള്ള ക്രൂരതകൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഈ ഇൻറ്റേർണൽ മാർക്കിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് കുട്ടികൾ അതിനെതിരെ പരാതി പറയുന്നതിന് ഭയപ്പെടുന്നുണ്ട്. അധ്യാപകരുടെ സർവീസ് പോകുമെന്ന് കരുതിയിട്ട് അവർ അത് പരാതി പറയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ മുതലെടുക്കുകയായിരുന്നു ഈ സ്വാശ്രയ കോളേജുകൾ നടത്തുന്ന മുതലാളിമാർ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ജിഷ്ണു എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി മാനേജ്മെൻറ്റ് പ്രതികാര നടപടി സ്വീകരിക്കുകയും അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഇത് പുറത്തു വരികയും ചർച്ച ചെയ്യുകയും ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ആത്മധൈര്യം ഉപയോഗിച്ചാണ് ഈ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു കാലത്ത് ഇത് പിടിക്കപ്പെട്ടതുകൊണ്ടും കേസുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടും ഇവരെന്നേക്കുമായി രക്ഷപ്പെടുന്ന പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. ഇതൊരു തുടക്കമാണ്. ഇപ്പം തന്നെ 2-3 കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുപോലെയുള്ള നിരവധി കേസുകൾ രജിസ്റ്റർ